തങ്ങളുടെ മകൻ കൂറത്തങ്ങൾ മരണപ്പെട്ടിട്ട് എന്താ ഉണ്ടായത് നോക്കൂ നിങ്ങൾ. കൂറത്തങ്ങളുടെ ജാറം, അതിന്റെ 3 ഘട്ടങ്ങൾ ആദ്യം ഒന്ന് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, കർണാടകയിൽ കൂറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മരണപ്പെട്ടു പോയ ആ കൂറ തങ്ങളുടെ ഖബറിന്റെ മാറ്റങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആദ്യത്തെ ദിവസവും 2ാം ദിവസവും 3ാം ദിവസവും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കൂ. ഇത് ഇസ്ലാമികമാണോ സഹോദരങ്ങളെ? ഇതാണോ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്? നോക്കൂ, ആ ഖബറിനെ തൊട്ടുമുത്തുന്നു, അവിടെ ചുംബിക്കുന്നു, വെള്ളം മന്ത്രിക്കാൻ വേണ്ടി ആ ഖബറിന്റെ അടുത്ത് പോയി വെക്കുന്നു. അത് ഒരുപാട് മുസ്ലിയാക്കന്മാർ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. കിതാബ് ഓതി പഠിച്ച ഒരുപാട് മുസ്ലിയാക്കളാണ്. കണ്ടല്ലോ, അതിന്റെ 3 ഘട്ടങ്ങളാണ്. ആ ജാറം നിർമ്മിക്കപ്പെട്ടു, അദ്ദേഹം മരണപ്പെട്ട് ദിവസങ്ങളായപ്പോഴേക്കും. അപ്പോഴോ ഇനി ആ ജാറത്തിലേക്ക് ആളുകൾ വരണം. അതിനെന്ത് വേണം? പരസ്യപ്പെടുത്തണം. റിസാല, അയാളുടെ മരണശേഷം ഇറങ്ങിയ റിസാല, ജൂലൈ 2024 റിസാല. ഈ റിസാലയിൽ വ്യത്യസ്ത ലേഖനങ്ങളുണ്ട്. ഏതു രൂപത്തിലാണ് പരസ്യപ്പെടുത്തൽ നോക്കൂ നിങ്ങൾ. ഇതിൽ കാണാം എന്താണ്. ഇവിടെ തങ്ങളെ തേടി ഖുറായുടെ പുറത്തു നിന്നും തങ്ങളെ തേടി പലരുമെത്തി, ജീവിതകാലത്ത് തന്നെ പലരുമെത്തി. രോഗപീഡയിൽ നിന്നുള്ള ശമനത്തിന്, സന്താന സൗഭാഗ്യത്തിന്, പള്ളിക്കും വീടിനും കുറ്റിയടിക്കാൻ, കട്ടില വെക്കാൻ, സ്ഥാപന സംരംഭങ്ങൾ തുടരാൻ, അതുപോലെ മന്ത്രിക്കാൻ, അനുഗ്രഹം കിട്ടാൻ എല്ലാവരെയും തങ്ങൾ ആശ്വസിപ്പിച്ചു. കേരളത്തിലെയും ദക്ഷിണ കർണാടകയിലെയും ജനങ്ങൾക്ക് വലിയ ആശാ കേന്ദ്രമായി ഖുറാ ഔദ്യോഗിക മാസികയിലൂടെ പരസ്യപ്പെടുത്തി. ഇനി ഖുറാ ജാറത്തിലേക്ക് നിങ്ങൾ ഒഴുകിയെത്തൂ എന്നായിരുന്നു. മാത്രവുമല്ല, അത്യന്തം അപകടകരമായ വരികൾ നോക്കൂ നിങ്ങൾ. എന്താണ് ഈ വരി? ഇതിന്റെ ഉള്ളിൽ നോക്കൂ നിങ്ങൾ. കരളിന്റെ കഷ്ണമാണ്. മുത്തായ മുത്തിനെ, ഏറ്റവും മുത്തായ മുത്തിനെ, കരളിന്റെ കഷ്ണത്തിനെ നമുക്ക് താജുൽ ഉലമ സമ്മാനമായി തന്ന തങ്ങളെ നമുക്ക് സുബഹി വരെ ഖുർആനോദി യാത്രയാക്കാം. ഇവർക്ക് മുത്തിന്റെ മുത്തും തങ്ങളായ തങ്ങളും കരളിന്റെ കഷ്ണവും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഈ വരികൾ വായിച്ച് ആർക്കും പറയാൻ സാധ്യമല്ല. ഇവർക്ക് അത്രയുള്ളൂ. ആര് മരിച്ചാലും സൂഫി വര്യൻ ഉടനെ ജാറമുണ്ടാക്കുക. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം സ്വഹാബത്ത് പേടിയിലാണ്, സങ്കടത്തിലാണ്. എന്തേ സഹോദരങ്ങളെ? അന്ന് കല്ലുണ്ടായിരുന്നില്ലേ? അന്ന് കുമ്മായമുണ്ടായിരുന്നില്ലേ? അന്ന് പണിക്കാരുണ്ടായിരുന്നില്ലേ? എന്താ ഈ നിലക്കൊരു ആചാരം നമ്മൾ കാണാതെ പോയത്? അത് ഇസ്ലാമല്ല എന്നുറപ്പിച്ചോളൂ. ഇത് ജൂതന്റെയും ക്രൈസ്തവന്റെയും ഷിയായുടെയും സൂഫിയുടെയും ബറേൽവിയുടെയും ആചാരമാണ്, വിശ്വാസമാണ്. അത് ഇസ്ലാമിന് പാടില്ല. ഇനി നോക്കൂ നിങ്ങൾ, 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആ ജാറത്തിന്റെ കോലെന്താ കണ്ടോളി. അത് കാണുമ്പോൾ നോക്കണം, അതിലെ പാട്ടിലെ വരികൾ ശ്രദ്ധിക്കണം, അവിടെ നിലവിളക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടോളി. കണ്ണുനീരിൻ കഥകളെന്നും ബാക്കിയായി പൊന്നുകൂറത്തങ്ങളെന്ന നാമം ഓർമ്മയായി ഓർത്തിടുമ്പോ മനസ്സിനുള്ളിൽ. കണ്ടല്ലോ, കണ്ണുനീര് ബാക്കി. അപ്പൊ കൂറത്തങ്ങൾ ഓർമ്മ വന്നു. എല്ലാം പരിഹരിച്ചു കിട്ടാനുള്ള കേന്ദ്രമാണ്. വെള്ളം ഊതിക്കൊടുക്കുകയാണ്. അതിന്റെ 1ാം ഉറൂസിൽ ഒരാൾ പ്രസംഗിച്ചത് 3 ഫാമിലി, 3 കുടുംബം മക്കളില്ലാതെ പ്രയാസം പറഞ്ഞ് ജാറത്തിൽ വന്നു, അവർക്ക് മക്കളെ കിട്ടിയെന്നാണ്. ദേവർഷോല മുസ്ലിയാർ പ്രസംഗിച്ചത് ഈ ജാറത്തിലെ പൊരുത്തം ആഗ്രഹിച്ചാണ് നമ്മൾ വന്നത് എന്നാണ്. ആലോചിക്കണം, ഇതാണ് കച്ചവടം. നിലവിളക്കിനെ EK അബൂബക്കർ മുസ്ലിയാർ ന്യായീകരിച്ചത് എന്താ അറിയോ? അവിടെ സന്ദർശനത്തിന് വരുന്ന ആളുകൾക്ക് വെളിച്ചം കിട്ടണ്ടേ. എന്താ വേറെ വിളക്കൊന്നുമില്ലേ? വേറെ ബാറ്ററി കത്തിക്കാനുള്ള വിളക്കൊന്നുമില്ലേ? ആ നിലവിളക്ക് ഉണ്ടായിട്ടും അവിടെ സാധാ വെളിച്ചെത്രയാണ്? അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ കൊണ്ടുവന്ന് ന്യായീകരണങ്ങൾ കൊണ്ട് ജീവിക്കുക എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? തീർന്നില്ല. ഈ അടുത്ത മാസങ്ങൾക്കപ്പുറം EK സമസ്തയിലെ അവർ സൂഫിയായി കാണുന്ന മാനിയൂർ മുസ്ലിയാർ മരണപ്പെട്ടു. മാനിയൂർ മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ എന്താണ്ടായത് നോക്കൂ നിങ്ങൾ. ജാറത്തിന് വേണ്ടി കുഴിയെടുക്കുന്നു, അത് ജാറമായി മാറുന്നു. കണ്ടോളി. കണ്ടല്ലോ, ഇപ്പൊ ജാറായ കോലാണ് ആ കാണുന്നത്. അവിടെ ഇപ്പൊ മാസത്തിൽ ദിക്റും സ്വലാത്തും ഇനി ഒരു ആണ്ടിലേക്ക് അടുക്കുമ്പോ അവിടെയും തുടങ്ങും. ഈ ജാറ നിർമ്മിച്ചപ്പോഴും അതിനെ പരസ്യപ്പെടുത്തി. പത്രത്തിൽ സുപ്രഭാതത്തിൽ വന്നു, ചന്ദ്രികയിൽ വന്നു, സുന്നി അഫ്കാറിലും വന്നു. സുന്നി അഫ്കാർ ആരതാ?
EK സമസ്തയുടെ സുന്നി അഫ്കാറിൽ എന്താ ലേഖനം? ഈ മാണിയൂർ മുസ്ലിയാരെ പരിചയപ്പെടുത്തുന്നു. മാണിയൂർ ഉസ്താദ് തഖ്വയിൽ ലിബാസിട്ട സൂഫി. എന്നിട്ട് പറഞ്ഞ എന്താ അറിയോ? ഇതിൽ ഓരോ വരികളും വായിച്ചാൽ അപകടമാണ്. കേൾക്കുക. ആയിരങ്ങൾക്ക് ആശ്രയമായിരുന്നു ഉസ്താദ്. ആശ്വാസ വചനങ്ങൾ, ഉപദേശങ്ങൾ, സാന്ത്വനം എല്ലാം ആഗ്രഹിച്ച ജനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹം മന്ത്രിച്ച വെള്ളത്തിന് വലിയ ഫലമായിരുന്നു. അത് തേടി ജാതി മതജാതി ഭേദമന്യേ ജനങ്ങൾ ഒഴുകിയെത്തി. ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് വിദഗ്ധ ഡോക്ടർമാർ തിരിച്ചയച്ച രോഗികൾ പൂർണ്ണാരോഗ്യത്തോടെ ഉസ്താദിന്റെ ഒരൊറ്റ മന്ത്രത്തിലൂടെ, മന്ത്രിച്ചൂതിയ വെള്ളത്തിലൂടെ ഇന്നും ഓടിച്ചാടി നടക്കുന്നത് പതിവ് കാഴ്ചയാണ്. പെട്ടെന്ന് മേജർ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞവരെത്രേ. എത്ര പേരാണ് ഓപ്പറേഷൻ ഒന്നുമില്ലാതെ സുഖസുന്ദര ജീവിതം നയിക്കുന്നത്? ഇതാണ് പരസ്യപ്പെടുത്തൽ. ബ്രാഞ്ച് ഓപ്പണാക്കി. മാണിയൂരിലും പുതിയ ജാറത്തിന്റെ ബ്രാഞ്ച് ഓപ്പണാക്കി. ഒരു വർഷം കഴിഞ്ഞാൽ അതിന്റെ ആണ്ടും വരും. അപ്പോ ഇങ്ങനെ ബ്രാഞ്ചുകൾ ഇങ്ങനെ ഓപ്പണാക്കി പോകുമ്പോ കച്ചവടം ഒന്ന് പൊടിപൊടിക്കണമെങ്കിൽ ഈ ജാറ വ്യവസായികൾ, അതിന്റെ കമ്പനികൾ വർഷം തോറും ഒരു മെഗാ ഓഫർ ഇടും. ആ മെഗാ ഓഫറാണ് ആണ്ട് ഉറൂസ് കാര്യങ്ങൾ. അത് വെറുതെ ഉണ്ടാകണല്ല. ആണ്ട് ഉറൂസുകൾ പ്രഖ്യാപിച്ചാൽ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തും. രാപ്പകല് വ്യത്യാസമില്ലാതെ ഒഴുകിയെത്തും. എല്ലാ അനാചാരങ്ങളും അവിടെ വിറ്റയിക്കാം. എത്രത്തോളം ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ വക്കത്തുള്ള ജാറം, പുത്തമ്പള്ളി ജാറമുണ്ടല്ലോ, ആ ജാറത്തിന്റെ കഴിഞ്ഞ കാല 2023 ഉറൂസിൽ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ പറയട്ടെ കേട്ടോളി. നോക്ക്, നിങ്ങൾ 109 കൊല്ലം കഴിഞ്ഞിട്ടും ഈ നാട്ടില് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും, ഹൈന്ദവരും ക്രൈസ്തവരും ജൂതരും ക്രിസ്ത്യനും ആരൊക്കെ ഉണ്ടോ അവര് മുഴുവനും ഇവിടെ വരികയാണ്. ഇവിടെ ധർമ്മം നടത്തുകയാണ്, അനുസ്മരിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ കൊല്ലം തോറും ഉറൂസുകൾ നടത്തി അവിടുത്തെ പതിവ് പറയുകയും അതിന് ആയിരങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഏതാണ് ഈ പുത്തമ്പള്ളി ജാറം? ഇവിടെ ഉറൂസ് നടത്തി ആയിരങ്ങൾ പങ്കെടുക്കുന്നു. എന്തിനാ ഇവിടെ വരുന്നത്? ഇവിടുത്തെ വെള്ളം കുടിച്ചാൽ, ഇവിടുത്തെ മണ്ണെടുത്താൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി കിട്ടും എന്നാണ്. എന്നാലോ സാക്ഷാൽ ജിഫിരി തങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? ഉറൂസിൽ നമ്മൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അയാളുടെ നിലപാട് എന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ കാണാ ഉറൂസും ഇസ്ലാമിക മാനങ്ങളും. നോക്കൂ നിങ്ങൾ, ഉറൂസിൽ നമ്മൾ ചെയ്തു പോരുന്ന സർവ്വസംഗതികളും അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ്. ഉറൂസിൽ നമ്മൾ ചെയ്യുന്നതെന്താ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ഒരു യമണ്ടൻ നുണയാണ്, പെരും കളവാണ്. അദ്ദേഹത്തിനുള്ള പ്രായവും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് പറയുന്നു, ഇത് കളവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉറൂസ് ഉണ്ടോ? ഉറൂസി എന്ന ഒരു വാക്കുണ്ടോ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി? കാണാൻ കഴിയില്ല. എന്നാ തുടങ്ങിയത്? അത് ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ്, സൂഫികൾ ഏറ്റുപാടിയതാണ്. എവിടുന്നാണ് കേരളത്തിലേക്ക് വന്നത്? പേർഷ്യയിൽ നിന്ന് കടന്നു വന്ന ഷിയാ സൂഫി സംസ്കാരമാണ്. നമ്മൾ പറഞ്ഞു എന്ന് പറയണ്ട. ഇത് മാപ്പിള ഭൂമിക. കാന്തപുരം മുസ്ലിയാരും ജിഫിരി തങ്ങളും ഒക്കെ പറഞ്ഞത് ഇസ്ലാമല്ല എന്ന് സാക്ഷാൽ ഹുസൈരണ്ടത്താണി. അദ്ദേഹാര സമസ്തയുടെ ചരിത്രകാരൻ, സമസ്തയുടെ ചരിത്രത്തിലെ നട്ടെല്ലാണ്. സമസ്തക്ക് ഒഴിവാക്കാൻ പറ്റൂല, വേണ്ടപ്പെട്ട ആളാണ്. അയാൾ പറയുന്നു സൂഫി ഷിയാ ബന്ധങ്ങൾ കേട്ടോളിയും. പേർഷ്യൻ നാടുകളിൽ പ്രചരിച്ച സൂഫിയത്തിന്റെയും ഷിയായിസത്തിന്റെയും പ്രചരണത്തിലൂടെയാണ് പേർഷ്യൻ സംസ്കാരം കേരളത്തിലും എത്തിയതും. സൂഫികളുമായി ബന്ധപ്പെട്ട പല പേരുകളും മാപ്പിളമാരിലും കണ്ടുവന്നു. മഖദൂം, കലന്തർ, പീർ, ചില്ല, ചീനി, കൽവത്ത്, തഖിയ, ദഫ്, അറവന, വാർത്തിയം, ഹദറ, നഗാര, ഗസൽ, ഖവാലി, മൗലൂദ്, ഉർസ്, ദർഗ തുടങ്ങിയ പദങ്ങൾക്ക് സൂഫി സ്പർശമുണ്ട്. ഇസ്ലാമല്ല, ഇതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാമാണെന്ന് കരുതി ആരും വാരി പുണരേണ്ട ആവശ്യമില്ല. കൊണ്ടോട്ടിയിലെത്തിയ മുഹമ്മദ് ഷാ എന്ന സൂഫിയാണ് പേർഷ്യൻ സിയ ആചാരങ്ങൾ പലതും മലബാറിലെത്തിച്ചത്.
ഇനി കേൾക്കുക, മുഹമ്മദ് ഷായുടെ ഖബറിടത്തിലെ നേർച്ചയാണ് ആദ്യം പേർഷ്യൻ നാമമായ ഉറൂസ് എന്ന് പറയാൻ തുടങ്ങിയത്. പിന്നെ എങ്ങനെയത് നബിന്റെ കാലത്തുണ്ടാകുക? പിന്നെ എങ്ങനെ ഇത് ഇസ്ലാമാകുക? ഈ പേർഷ്യൻ സംസ്കാരവും ഷിയാ സൂഫി ചിന്തകളുമാണോ ഇസ്ലാം? അതൊരിക്കലുമല്ല. അതുകൊണ്ട് ഇത് ഇസ്ലാമല്ല, ഇത് മതമല്ല സഹോദരങ്ങളെ എന്ന് ഗൗരവത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്.